ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ തൽക്കാലം നിൽക്കുന്ന വീടുണ്ട്, വാടക വീടാണ്. തൽക്കാലം നിൽക്കുന്ന വീടിൻ്റെ ചെറിയ വീടാണ് കേട്ടോ. അതൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബാൽക്കണി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാൽക്കണി പണിയെടുക്കായിരുന്നു, ഇപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാൽക്കണിയുടെ ഒരു ചെറുതായിട്ട് ബാൽക്കണിൻ്റെ അടുക്കള പുറം, അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വീഡിയോ ഇട്ട് പോവാം. ഇതിപ്പോൾ സെൻറ്ററാണ് കേട്ടോ. ഇവിടെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ ഷോപ്പും വേറെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പറമ്പാണ് കേട്ടോ. പറമ്പെന്ന് പറയുമ്പോൾ കാട്, ഫോറസ്റ്റ് പോലെ ഉള്ളിൽ കയറി കുറേ ഉണ്ട്. അവിടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഉള്ളിൽ കണ്ട ഫുൾ പുല്ലും കാടൊക്കെ ഉണ്ട്. അവിടെ ഉള്ളിലേക്ക് പോകാൻ സേഫ് അല്ല തൽക്കാലം. അവിടെ കുറേ മരവും ഒക്കെ കേട്ടോ. ഇവിടെ തൊട്ടാവാടി പിന്നെ അങ്ങനത്തെ കുറേ ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പൂമ്പാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വണ്ടികൾ പിന്നെ ചിലത് പാർക്ക് ചെയ്യും. ഇവിടെ പണിയൊക്കെ കിടക്കുന്ന സമയത്ത് അവിടെ മണൽ പണിയൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ അവിടെ മണൽ പണിക്കാണ് മണലും പിന്നെ മെറ്റലും കല്ലൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇത് പിന്നെ വേറെ കുറേ ഇലകളുണ്ട് കേട്ടോ. ചൊറിയണ ഇലയൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഇവിടെ പണിയെടുക്കണം കേട്ടോ. നമ്മൾ ഇപ്പം നിൽക്കണ തൊട്ടപ്പുറത്ത് ഒരു കടയാണുള്ളത്, അവിടെ പണിയെടുക്കണം കേട്ടോ. കണ്ട പണിയുടെ സാധനങ്ങളാണ് അവിടെ വെച്ചേക്കുന്നത്. ഇത് വേറെ ഏത് ഇലയുണ്ട്, ഇലയുടെ പേരൊന്നും എനിക്കറിയില്ല. കണ്ട അറിയണൊരു കമൻറ്റ് ചെയ്തിട്ടാ. കണ്ട ഒരു ഫോറസ്റ്റ് പോലത്തെ ഉള്ളിൽ കണ്ട ഫോറസ്റ്റ്, അതാണ് നമ്മുടെ മഴയൊക്കെ പെയ്ത് നല്ല രസമുണ്ട് കേട്ടോ. പുറത്തിറങ്ങും, ഇവിടെ പുറത്തിറങ്ങും. ഇവിടെയാണ് കിണർ കേട്ടോ. ഇവിടെ ഇത് മറ്റേല കൈമുറിയണല്ലേ, മൊത്തം കൈമുറിയണത് അതാണ്ടത്. ഇത് ഷീറ്റ് അടച്ചതാ, പടി അടയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ പണി ചെറുതായിട്ട് കഴിഞ്ഞാൽ വഴി തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ പാമ്പൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് പാമ്പ് വരാറത്. അവിടെ കാണാറാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് ഇതൊക്കെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്ത് കിണറാണ് കേട്ടോ. പഴയ ഒരു ബിൽഡിംഗ് ഒക്കെ പോയത് പഴയ വീടുണ്ടോ. കണ്ട ഓടിട്ട വീട്, അത് കണ്ടറിയാം. അതൊക്കെ മുമ്പുള്ള റേഷൻ കട അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു. ഇതാണ് കിണർ കേട്ടോ. ഇവിടുത്തെ സത്യം പറഞ്ഞ ഒരു സൗകര്യമില്ലാത്തതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് തൽക്കാലത്തേക്ക് നിൽക്കണു, വാടകയ്ക്ക് അത്രയ്ക്കാണല്ലോ. കണ്ട ഇതാണ് ഗൈസ് കിണർ. പൊട്ട വലയായിരുന്നു, ഇതിപ്പോൾ മാറ്റി പുതിയ ഇട്ടതാണ്. എന്നാലും പുതിയ നെറ്റിട്ടാലും കണ്ട കുറേ ചവറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ മൊത്തം കാടായിരുന്നു. മൊത്തം പുല്ലും വെട്ടി വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ. ഇതാണ് കേട്ടോ അപ്പോൾ കിണർ. ഇവിടെ കൂടി വെള്ളം എടുക്കാനേ വേറെയുള്ള പുറത്ത്. പിന്നെ ഇത് മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഫോറസ്റ്റ്. നമ്മൾ ആ വഴി കണ്ടില്ലേ, ആ വഴി കൂടെ ഉള്ളിൽ പോയി അറ്റത്ത് നമ്മൾ വഴി നിൽക്കില്ല, നമ്മൾ പോയോണ്ടിരിക്കും. അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വാഴയുണ്ട്, കായക്കൊലയുണ്ട്. പിന്നെ അങ്ങനത്തെ അവിടെയാണ് ഞാൻ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ തൊട്ടപ്പുറത്ത് കടയാണ്, അവിടെയാണ് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ബാൽക്കണി ടൂർ എന്തെങ്കിലും കാണിക്കണം നിങ്ങൾക്ക്. ബാൽക്കണി ടൂർ വീഡിയോ പോലെ കാണിക്കണം. അപ്പോൾ ഇന്നാണ് പറ്റിയ ദിവസം. അപ്പോൾ ഇത് കൂടിയാണ് കേട്ടോ ഇറങ്ങാറ്. ഇത് മുകളിലാണ് കേട്ടോ, ടെറസിൻ്റെ മുകളിൽ. ഇത് അടുക്കളയുടെ ഗ്രില്ലാണ് കേട്ടോ. ഇത് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങും. ഇതാണ് ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത്. ആ കൂടി ബാൽക്കണി എന്ന് പറഞ്ഞാൽ മുകളിൽ, ബാൽക്കണി എന്ന് പറയുമ്പോൾ ബാൽക്കണി മുകളിലല്ലേ. വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇത് വർക്ക് ഏരിയ. അപ്പോൾ ഇത് ബെഡ്റൂമിൻ്റെ ആണ് കേട്ടോ, ആ ഉള്ളിലത്തെ ബെഡ്റൂമിൻ്റെ. സോറി കേട്ടോ, ബാൽക്കണി വർക്ക് ഏരിയ ആണ് കേട്ടോ. അടുക്കളയുടെ പുറം വശം വർക്ക് ഏരിയ എന്നല്ല വിളിക്കുക. അപ്പോൾ കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് വാഴ. പിന്നെ പണിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മെറ്റല്. പിന്നെ അവിടെ ഇപ്പം ടാപ്പ്, അതാ കടയിലത്തെ ഇതുണ്ട്. കടയിലത്തെ അവിടെ ഈ ചവിട്ടുംപടി കുറച്ചും കൂടിയും കയറ്റിയെടുക്കാനുണ്ട്, അതാണ് അവർ പണി ചെയ്യുന്നത്. ഇത് പിന്നെ എന്തോ ഇതാണെന്ന് തോന്നുന്നുണ്ട്, ഉള്ളിൽ ടൈൽസിൻ്റെ പണി തോന്നുന്നുണ്ട്. ടൈൽസിൻ്റെ മാർബിളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ. പിന്നെ ആ ചവിട്ടുംപടി സ്റ്റെപ്പ് കുറച്ചുകൂടി കയറ്റിയിടാം. അപ്പം താഴത്തെ മണ്ണ് കയറ്റി എടുക്കുകയാണ് കേട്ടോ. നിലം കുറച്ചുകൂടി ഇതാക്കാണ്. പിന്നെ നമ്മുടെ ഗ്രില്ലില്ലേ, ഇത് എനിക്ക് വന്നത് നമ്മൾ ചിക്കനൊക്കെ ബാർബിക്ക ഗ്രില്ല് പോലത്തെ സംഭവം. പിന്നെ ടാബ്, ഇതൊക്കെ കടയിലത്തെ ഉള്ളിലാണ് കേട്ടോ. പണിയെടുക്കണ കാരണം ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പണി കഴിഞ്ഞു. ഇപ്പോൾ നല്ല പിന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് വീഡിയോ എടുക്കാൻ കാരണം പ്രത്യേകിച്ച്. കണ്ട ഇത് തൊട്ടപ്പുറത്ത് ഒരു കടയുടെ ഇതാണ് സെറ്റ് ഫുള്ള്. ഇവിടെ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ കൊപ്പക്കായ കേട്ടോ. കൊപ്പക്കായ ഇവിടെ മെയിൻ. കൊപ്പക്കായും പിന്നെ കറിവേപ്പില ഉണ്ടായിരുന്നു. കറിവേപ്പില ഇപ്പം ഇല്ല. കൊപ്പക്കായും വാഴയില, പൊതിച്ചോറ്, ഇലയിട, വാഴയില, ഇലയിട, പിന്നെ അങ്ങനെ
ചക്കട നാളികേരടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പൊതിച്ച് ഈ വാഴയിലെല്ലാം എടുക്കാറ്. കണ്ട നിറയുണ്ട്. എന്താ ഇവിടെ ഉണ്ട് ഒരു കായ്ക്കൊല, അവിടെ ഉണ്ട്. ഇതെടുക്കാറായി തോന്നുന്നുണ്ട്. നമ്മൾ കടയിലാണ് കൊടുക്കാറ് സാധാരണ ഇവിടെ ഇവർ കുറേ ഉണ്ട് കേട്ടോ. വാഴ നിറയെ കണ്ട ഫുള്ള് അവിടെ ഇവിടെ ഇതാണ് ഉള്ളത്. പിന്നെ നാളികേര തെങ്ങുണ്ട് കേട്ടോ. തെങ്ങ് കുറേ ഉണ്ട് കേട്ടോ ഇടയിൽ. തെങ്ങ് ഒരെണ്ണം അവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട അങ്ങനെ. പിന്നെ ഇത് ഇഷ്ടിക കേട്ടോ. ഇത് പണിയുടെ കാര്യത്തിനൊക്കെയാണ് കേട്ടോ വെച്ചേക്കേണ്ടത്. ഈ കടയുടെ പണിയുടെ കാര്യത്തിൻ്റെ. ഇത് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടി പൊക്കാൻ നോക്കണം കേട്ടോ. ചവിട്ടുപടിയുടെ അത്രയ്ക്ക് കുറച്ചുകൂടി പൊക്കാൻ നിൽക്കുകയാണ് ഇവർ. നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഫസ്റ്റ് ഇനി ഇവിടെ പുറത്തിറങ്ങും. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇതാവും. മൊത്തം മേഘമൊക്കെ ഒരു ബ്ലാക്ക് സീനറിയൊക്കെ ആവും നല്ല. പിന്നെ നമ്മൾ മൊത്തം മഴ പെയ്യുമ്പോൾ മൊത്തം ഈ ഇലകളും ഈ വാഴയൊക്കെ മൊത്തം നനയില്ല. അപ്പോൾ നല്ല പച്ചപ്പ് പോകത്ത്. ഫുൾ ഗ്രീനറി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗ്രീനറി കണ്ടോ. ഫുൾ ഇലയാണ് കേട്ടോ. ഇവിടെ പുറത്തിറങ്ങിയ ഇല കണ്ടെങ്കിൽ പച്ചപ്പ് കണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ മതി. ഇവിടെ ഫുൾ ഇല ചുറ്റിൽ ഫുൾ ഗ്രീനറി ഒക്കെ ആവും കേട്ടോ. ഇവിടെ അതാണ് ഗൈസ് ഞാൻ പറഞ്ഞ തെങ്ങ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ഉണ്ട്. തെങ്ങിൻ്റെ ക്ഷാമൊന്നുമില്ല. പിന്നെ നാളികേരം ഇടാൻ ഒരാളെ വേണം, അത്രയ്ക്കുള്ളൂ. പിന്നെ ഇത് മാർബിളിൻ്റെ കുറേ ഡിസൈൻ എടുത്തതാണ്. കുറേ ഡിസൈനിന് വേണ്ടിയിട്ട് സാമ്പിളുകൾ കുറേ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇത്ര നേരം വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ വെയിലൊക്കെ പോയി കണ്ട. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അല്ല കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. വെയിലൊക്കെ പോയി. ഇപ്പോൾ ചെറുതായിട്ട് തണലും മഴയൊക്കെ പെയ്യുന്നുണ്ട്. തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നോക്കി കിണർ. അത്യാവശ്യം ഭാഗം വെള്ളമുണ്ട് കേട്ടോ. ഇടയ്ക്ക് മോട്ടറൊക്കെ കോരി ഇത് മറന്നു. എപ്പോഴും മുമ്പ് അങ്ങോട്ട് തോന്നുന്നു ഇവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേട്ടപ്പോൾ അറിയുവാണ്, കണ്ടിട്ടില്ല കേട്ടോ. കണ്ടോ ഗൈസ്, ഫുള്ളൊരു ഷോർട്ട് ഫിലിമും വെബ് സീരീസൊക്കെ പിടിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പറഞ്ഞില്ല, ആ ഏരിയയിൽ കൂടെ ഉള്ളിലേക്ക് പോയ ഒരു അറ്റത്ത് ഇതൊരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും മഴയൊക്കെ പെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അത്രയ്ക്ക് ഡാർക്ക് സീനറിയാണ് ഇവിടെയൊക്കെ. ഫുള്ള് പാമ്പൊക്കെ ഇടയ്ക്ക് വേറെണ്ടൊക്കെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ വാതിലൊക്കെ ഇവിടെ അടയ്ക്കണം മഴ സമയത്തൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ ഒരു ഫോറസ്റ്റ് വ്യൂ പോലെ ഉണ്ട്. ഇവിടെ പുറത്തിറങ്ങിയ അടുക്കളയുടെ പുറത്ത് വർക്ക് ചെയ്യുകയാണ്. എന്നാലും ഇവിടെ അധികം സൗകര്യം ഞാൻ ഇപ്പോൾ കാണിച്ചതൊക്കെ ഉള്ളൂ. പിന്നെ ഫുള്ള് ഫോറസ്റ്റ് വ്യൂ ഉണ്ട്. മഴ പെയ്യുമ്പോൾ നല്ല സീനറി ഉണ്ട് കാണാം. അതൊക്കെ കണ്ട, ഇതൊക്കെ കണ്ട. കറിവേപ്പിലല്ലേ കറിയിലിടുന്നതൊക്കെ നമ്മളത് കൂട്ടാനിലൊക്കെ അത് നമ്മൾ വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതൊക്കെ ഫുള്ള് ഇതൊക്കെ പോയിട്ടോ. വേറെ ഏതോ പുല്ലൊക്കെ വരുന്നത്. പിന്നെ വാഴയൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഉപകാരമായിട്ടുള്ളത് ആ കൂടി ഇവിടെ. അപ്പോൾ ഓണൊക്കെ കാരണം കുറേ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ കുറേ നോയ്സ് ഉണ്ട് കേട്ടോ. അതിന് സ്പീക്കറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല കാട് വഴി ചേമ്പിൻ്റെ എല്ലാം കേട്ടോ. കണ്ട ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് തുള്ളിയായിട്ട് നല്ല എടുത്തത് കാണിക്കുന്നുണ്ട് ഹൈലൈറ്റ്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയണ്ടായിരിക്കും. അപ്പോൾ ഈ വഴി കൂടെയും പോകാം. ഈ വഴി കൂടെ കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. ഈ വഴി കൂടെ കണ്ട ഉള്ളിലും കണ്ട ഡാർക്കായിട്ട് ഫോറസ്റ്റ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ വാഴയൊക്കെ നിൽക്കുന്നത് അവിടെ എത്തും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ബാൽക്കണി. ഇത് സെൻറ്ററാണ് കേട്ടോ. നമ്മുടെ ബാൽക്കണി വർക്ക് ഏരിയ, നമ്മുടെ അടുക്കളയുടെ പുറം ഭാഗം ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. കിണർ മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിടക്കിടയ്ക്ക് മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു പ്രാവശ്യം എപ്പോഴും ഉള്ളിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ പോയിട്ടില്ല. പോകണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗായിട്ട് കാണിച്ചു തന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ മറക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബായ്.